ദുഃഖവെള്ളി 2026. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ മരണം കുരിശുമരണമായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കുമല്ലോ മനുഷ്യരക്ഷയ്ക്കായി ഏറ്റവും കഠോരമായ കുരിശുമരണം തന്നെ ദൈവം തൻ്റെ പുത്രന് വേണ്ടി തിരഞ്ഞെടുത്തത്. ആ മരണത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് തലേന്നാൾ ഒരു മലയിലിരുന്ന് ധ്യാനിച്ചപ്പോൾ അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങളായി നിലത്ത് വീണു. ലൂക്ക 22:42. അറിയാതെ അവൻ വിളിച്ചുപോയി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. പക്ഷേ സാത്താൻ്റെ കുടിലതന്ത്രമായി ഇതിന് തിരിച്ചറിഞ്ഞ ആ നിമിഷം തന്നെ അവൻ സ്വയം തിരുത്തി. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ലൂക്ക 22:41. ഉടനെ മാലാഖ അവനെ ശക്തിപ്പെടുത്തുവാൻ വന്നെത്തി. ലൂക്ക 22:43. കഠോരമായി ഈ ദുരിതം ഒഴിവാക്കി കൊടുക്കുവാനല്ല അവൻ വന്നത്, അത് സഹിക്കുവാനുള്ള ശക്തിയും ആശ്വാസവും ധൈര്യവും പകർന്നു കൊടുക്കാനാണ്. കുരിശ് ഇന്ന് നമുക്കൊക്കെ ഒരു അലങ്കാര വസ്തുവാണ്. പല പല രൂപങ്ങളിൽ, ആകൃതിയിൽ അതിനെ ചിത്രീകരിച്ചും കഴുത്തിലണിഞ്ഞും അറിഞ്ഞോ അറിയാതെയോ നാം അതിനെ അവഹേളിക്കാറുണ്ട്. അത് കഴുത്തിലണിഞ്ഞുകൊണ്ട് മദ്യപിക്കുകയും അനാശാസ്യ പ്രവർത്തികൾ ചെയ്യുന്നതുമൊക്കെ കൊണ്ടാണല്ലോ സിനിമകളിലും മറ്റും കുരിശ് കഴുത്തിലണിഞ്ഞ ഗുണ്ടാ തലവന്മാരെയും ദുർമാർഗികളെയും അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ അവൻ ഏറ്റുവാങ്ങിയ യഥാർത്ഥ കുരിശിന് ഒരു രൂപമേയുള്ളൂ, ഒരേ വേദനയേയുള്ളൂ, ഒരേ ഭാരമേയുള്ളൂ. അവൻ അന്ന് സഹിച്ച വർണ്ണനാതീതങ്ങളായ പീഡനങ്ങളെക്കുറിച്ചും ഹംഗറിയുടെ എലിസബത്ത് രാജ്ഞിക്കും വിശുദ്ധ മെറ്റിൽഡായ്ക്കും വിശുദ്ധ ബ്രിജീത്തിനും യേശു നൽകിയ വെളിപ്പെടുത്തലുകൾ ഏത് കഠിന ഹൃദയത്തിൻ്റെയും ചങ്ക് തകർക്കുന്നവയാണ്. ആയുധധാരികളായ 150 പടയാളികൾ, തലയിൽ 150 പ്രഹരങ്ങൾ, 150 പ്രാവശ്യം അവർ അവൻ്റെ മുഖത്ത് തുപ്പി. 6666 അടികളിൽ 110 തലയിൽ, 72 മുള്ളുകളുള്ള മുൾക്കിരീടമാണ് തലയിൽ അവർ അടിച്ചു കയറ്റിയത്. അതിൽ 3 കണ്ണുകൾ വരെ ആഴ്ന്നിറങ്ങി. ശരീരത്തിൽ മൊത്തം 1000 മുറിവുകൾ. കുരിശിൽ കിടക്കുമ്പോൾ നിന്ദിച്ചു കടന്നുപോയവർ 1008 പേർ. നമ്മുടെ മോചനത്തിനായി അവൻ ചിന്തിയത് 28,430 രക്തത്തുള്ളികൾ. യേശു നൽകിയ ഈ ദർശനം നമ്മിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഇതേ ചോദ്യം യേശുവിന് 740 വർഷം മുമ്പ് ഏശയ്യാ പ്രവാചകൻ നമ്മോട് ചോദിക്കുന്നത് നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ഏശയ്യാ 53:1-3. അവൻ നിന്ദിക്കപ്പെട്ടു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഏശയ്യാ 53:4. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അതെ, നാം ഇന്ന് അനുസ്മരിക്കുന്ന സംഭവങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിൽ ആകസ്മികമായി സംഭവിച്ചതല്ല, തിരുവെഴുത്തുക്കളുടെ പൂർത്തീകരണമായിരുന്നു. എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുവോളം ഞാൻ അസ്വസ്ഥനാകുന്നു. കൊടും കുറ്റവാളികളുടെ ദണ്ഡനത്തിനായി നീക്കിവെക്കപ്പെട്ട ഒരു പീഡനമുറ ലോകത്തിൻ്റെ യാതൊരു മാലിന്യവും ഏശിയിട്ടില്ലാത്ത നിഷ്കളങ്കനായ യേശുവിൻ്റെ ചുമലിൽ അവർ കെട്ടിവെച്ചു. അവനെ മരണത്തിനേൽപ്പിച്ച പീലാത്തോസ് തന്നെ ഏറ്റുപറഞ്ഞു, ഈ മനുഷ്യനിൽ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല, ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ദൈവത്തിനെതിരെ മനുഷ്യൻ ചെയ്ത പാപത്തിന് യോഗ്യമായ രീതിയിൽ പരിഹാരം ചെയ്യാൻ മനുഷ്യകുലത്തിലെ ആർക്കും സാധ്യമല്ല. മറിയത്തിനു പോലും എത്ര ലക്ഷം ആടുമാടുകൾ ബലി ചെയ്യപ്പെട്ടാലും ദൈവത്തെ അനന്ത നന്മയ്ക്കെതിരായ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾക്ക് പരിഹാരമാകില്ല. അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യരൂപം സ്വീകരിച്ച് സ്വയം ബലിവസ്തുവാകുവാനും ദൈവത്തിന് സ്വീകാര്യമായ ബലിയാകുവാനും തിരുവുള്ളമായി. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലി അർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ ബലി നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബലിവസ്തുവും ബലിയർപ്പകനും ഒരാൾ തന്നെ, അത് സ്വീകരിക്കുന്നവനും മറ്റാരുമല്ല. കാഴ്ചവെപ്പ് സമയത്ത് അനുദിനം ചൊല്ലുന്ന ഈ പ്രാർത്ഥനയാണ് നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടാൻ യോഗ്യമാവുന്ന ബലിയാവുന്നത്, യാചനയാവുന്നത്. ലോകത്തിന്റെ കണ്ണിൽ ഏറ്റവും നിന്ദ്യമായ കുരിശിനെ ഏറ്റവും രക്ഷാകരമായ ഒരു ബലിയാക്കി ദൈവം മാറ്റി. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് തകർച്ചയും സഹനങ്ങളും രക്ഷകരമാക്കുവാൻ യേശുവിൻ്റെ കുരിശോട് കൂടി ചേർത്ത് വെച്ചാൽ അവ രക്ഷാകരമാകും. അത്രയേറെ ശക്തിയാണ് കുരിശിന്.
ദൈവം നൽകിയിരിക്കുന്നത് മനുഷ്യാത്മാവിന്റെ മേൽ കടന്നു കയറ്റം നടത്തുന്ന ഏത് ദുഷ്ടശക്തിക്കും കുരിശിന്റെ അടയാളത്താലും ബന്ധനത്താലും തിരിഞ്ഞോടും. ഒരിക്കൽ അവന്റെ തല തകർത്ത ആ വജ്രായുധത്തിന്റെ ശക്തി അവനറിയാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അവിചാരിത അഗ്നിപരീക്ഷകളിൽ മനസ്സ് തകരാതെ അതെല്ലാം യേശുവിന്റെ കുരിശോട് കൂടി കൂട്ടിച്ചേർത്ത് വയ്ക്കുവാനും അവനോട് കൂടെ ചേർന്ന് സഹിക്കുവാനും ദൈവം തരുന്ന അമൂല്യ അവസരമാണെന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ദുഃഖവെള്ളി ആചരണം ജീവിതബന്ധിയാകും.